ആദി സെറ്റിയിലിരിക്കുന്നുണ്ട്. വർമ്മ ആലോചനയോടെ തെക്ക് വടക്കാൻ നടക്കുന്നു. പിന്നെ നടത്തു നിർത്തി ആദിക്ക് അടുത്തിരുന്നു. ഇന്ദുജയുടെ കണ്ണൊന്നു മാറിയതും സിനി അവർക്ക് അടുത്ത് വന്നു. സാറേ, ആ പെങ്കൊച്ച് ഇത്രയ്ക്ക് മോശപ്പെട്ടതാണോ? മകളെ പോലെ കണ്ടവളെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടപ്പോൾ വേദന സഹിക്ക വയ്യാതെ ചോദിച്ചു. ആഫി വരട്ടെ, എല്ലാം മനസ്സിലാകും. ഞങ്ങൾ പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്താ ഇവിടെ ആർക്കും ഉറക്കമില്ലേ? മരണവീട് പോലെയാണല്ലോ. എന്നും ന്യൂസ് കാണുന്ന വർമ്മയ്ക്ക് ഇന്നെന്തു പറ്റി? ഇന്ദുജ ഒരു ചിരിയാലെ മുന്നിൽ നിൽക്കുന്നു. ഇനി കുറച്ചു സമയം കൂടി കഴിയട്ടെ, വർമ്മ കടുപ്പത്തിൽ പറഞ്ഞു. നിധി ഒന്നും മനസ്സിലാകാതെ ഇന്ദുജയെ നോക്കി കണ്ണ് കാട്ടി. എന്താ വർമ്മ, തെളിച്ചു പറയ്. അഫി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഇപ്പം ഇങ്ങെത്തും, വർമ്മ പുറത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്താ, ബിസിനസ് മീറ്റ് കഴിഞ്ഞോ? ഓ, ഇവിടെ നടന്ന കാര്യങ്ങൾ അച്ഛനും മോനും അതുപോലെ വിളിച്ച് പറഞ്ഞു കാണും അല്ലേ? ഞങ്ങളൊന്നും പറഞ്ഞില്ല മമ്മ. മോന് വരുമ്പോൾ മമ്മ തന്നെ സൗകര്യം പോലെ പറഞ്ഞാൽ മതി. ഞാനും അച്ഛനും ഓരോരത്ത് നിന്നോളാം. ആദിയുടെ ശബ്ദം ഉയർന്നു. ആൻറ്റി, പ്രശ്നമാകൂ? നിധിക്ക് വെപ്രാളം. ഒന്നുമില്ല മോളെ, അവന് ആ മൂദേവിയെ പറ്റി ഒന്നും അറിയില്ല. നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. വലിയ ഇരമ്പലോടെയല്ല കാറ് പോർച്ചിൽ നിന്നത്. അകത്തേക്ക് കയറി വന്നവൻ ആരെയും നോക്കാതെ സ്റ്റെപ്പുകൾ കയറി. മോനു, ആദ്യമേ തന്നെ കാര്യങ്ങൾ പറയാനായി ഇന്ദുജ വിളിച്ചു. പക്ഷേ അവനത് കാതോർത്തതേയില്ല. വാതിൽക്കൽ വന്ന് അഫി ഒന്ന് നിന്നു. ഉറങ്ങിയിട്ടുണ്ടാവോ? പറയാതെ പോയതുകൊണ്ട് ചിലപ്പോൾ. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. റൂമിൽ ഇരുട്ടാണ്. അഫി ലൈറ്റിട്ടു. ബെഡിൽ നിലത്തും അവളില്ല. വാഷ്റൂം പുറത്തുനിന്ന് ലോക്കിട്ടിരിക്കുന്നു. അവൻ്റെ ഉള്ളൊന്ന് ആളി. റൂം വിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ടേബിളിലിരിക്കുന്ന ഫോൺ കാണുന്നത്. അവന് ചിരി വന്നു. അപ്പോൾ ആള് താഴെയുണ്ട്. ഒന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു. സമയം ഇത്രയും ആയില്ലേ? നിങ്ങളാരും ഉറങ്ങാത്തതെന്താ? എന്നെ കാത്തിരുന്നതാണോ? അവൻ്റെ കണ്ണുകൾ കിച്ചണിലേക്ക് പാഞ്ഞു ചെല്ലുന്നത് കണ്ടതും വർമ്മയ്ക്കും ആദിക്കും സങ്കടമായി. കുറച്ച് സമയം അവിടെ നിന്നിട്ടും ലക്ഷ്മിയുടെ പൊടി പോലും പുറത്തേക്ക് കണ്ടില്ല. സെർവൻസ് എല്ലാവരും കിച്ചണിലെ ലൈറ്റ് അണച്ച് അവർക്ക് അനുവദിച്ച റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അഫിയുടെ കണ്ണുകൾ ചുരുങ്ങി. സിനി ചേച്ചി, ഇവിടെ ലക്ഷ്മിയോട് ഏറ്റവും അധികം സ്നേഹം അവർക്കാണ്. അതുകൊണ്ടാണ് അവരെ വിളിച്ചത്. സിനി പരിങ്ങലോടെ നടന്നു വന്നു. എൻ്റെ സീത എവിടെ? അവൾ എവിടെയും മറഞ്ഞു നിന്നാലോ എന്ന് കരുതി ശബ്ദം താഴ്ത്തി ചോദിച്ചു. സിനി ഒന്നും മിണ്ടാതെ ഇന്ദുജയെ നോക്കി. പിന്നെ തല താഴ്ത്തി. അഫി, ആ അഴിഞ്ഞാട്ടക്കാരി ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞു വിട്ടു. അവൻ ഒന്ന് ഞെട്ടി. പറഞ്ഞു വിട്ടതാണോ അമ്മ? അടിച്ചിറക്കി. അങ്ങനെ വ്യക്തമായി പറഞ്ഞു കൊടുക്ക്. ആദി ഇടയ്ക്ക് കയറി. ഈ ചെറുക്കൻ. ഇന്ദുജ കലിയിൽ മുരണ്ടു. അഫി ശാന്തമായി നിന്നു. മമ്മ പറയ്, എന്താ ഇവിടെ നടന്നത്? എല്ലാം പറയുന്നുണ്ട്, പക്ഷേ ലക്ഷ്മിയെ ഉപദ്രവിച്ചത് മാത്രം ഇന്ദുജ പറഞ്ഞില്ല. ദേ ഇത് നോക്കി. മമ്മ നീട്ടിപ്പിടിച്ച ഫോൺ അവൻ കയ്യിൽ വാങ്ങിയില്ല. അതിലെന്താണെന്ന് അഫിക്ക് മനസ്സിലായി. ഓ, നീ കാണണ്ട, ഇവിടെ സെർവൻസ് ഉൾപ്പെടെ എല്ലാവരും കണ്ടു. അഫി മമ്മയെയും അവിടെ കൂടി നിൽക്കുന്ന സെർവൻസിനെയും നോക്കി. അവരുടെ മുഖത്ത് ലക്ഷ്മിയോടുള്ള വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാഭ്യാസ സമ്പന്നയാണ്, പക്ഷെ ഇന്ദുജയ്ക്ക് വിവരം തീരെ ഇല്ല അല്ലേ? ഒരു ഫോണും തൂക്കി പിടിച്ച് ഇറങ്ങിയേക്കുവാ. ആദി ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു. ഒന്ന് നിർത്തടാ, കുറെ നേരമായല്ലോ നീ ചിലയ്ക്കാൻ തുടങ്ങിയിട്ട്. അവള് അനിയനെയും ചേട്ടനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നോ? എന്നാ നീ ഇതൊന്ന് കണ്ടു നോക്ക്. ആദിക്ക് നേരെ നീട്ടിയ ഫോൺ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങിയത് പെട്ടെന്നായിരുന്നു. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്ന് കലങ്ങി. നെറ്റിയിലെ ഞരമ്പുകൾ ഉയർന്നു പൊങ്ങി. എല്ലാം ചുട്ടരിക്കാൻ പാകത്തിന് നിൽക്കുന്ന അഫിയെ കണ്ടതും എല്ലാവരും ഒന്ന് പേടിച്ചു. സീതാലക്ഷ്മിയെ ഇവിടെ ആര് എന്തൊക്കെ ചെയ്തു? എനിക്കിപ്പോൾ അറിയണം. സിനിക്ക് നേരെയാണ് ചോദ്യം. പേടിയിൽ അവർ പൂക്കുല പോലെ വിറയ്ക്കുന്നു. പറഞ്ഞു കൊടുക്ക് സിനി, സത്യം മാത്രം പറഞ്ഞാൽ മതി. വർമ്മയാണ് പറഞ്ഞത്. സിനി പിന്നെ ഒന്നും വിട്ടുപോകാതെ റേഡിയോ കണക്കെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. കാറ്റ് പോലെ പാഞ്ഞെടുക്കുന്നവനെ പേടിയോടെ നോക്കിക്കൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. ആൻറ്റി, ഇന്ദുജയുടെ പുറകിൽ ഒളിച്ചവളെ പിടിച്ചു വലിച്ചു. അവൻ്റെ കൈ നിധിയുടെ കവിൾത്തടത്തിൽ മാറി മാറി പതിച്ചു. അഫി! ഇന്ദുജ ദേഷ്യത്തിൽ ഉറക്കെ അലറി. മിണ്ടരുത്, മാഡത്തിന് വേദനിക്കണം. അവളുടെ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു.
എൻ്റെ പെണ്ണ അത്. നിങ്ങൾ കണ്ടത് എന്താണോ അത് വ്യാജമൊന്നുമല്ല, പച്ചയായ സത്യം. ഭർത്താവ് ഒരു നീചനാണെന്നും ക്യാമറയും കൊണ്ടാണ് നടക്കുന്നതെന്നും ആ പെണ്ണറിഞ്ഞില്ല. സീതാലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞതാ. സിനി ഉൾപ്പെടെ 3 പേരും അവളെ തെറ്റിദ്ധരിച്ചതോർത്ത് കരഞ്ഞുപോയി. അഫി നിധിയിൽ നിന്നും പിടിവിടാതെ ഇന്ദുജയുടെ മുഖത്തിന് നേരെ മുഖമടിപ്പിച്ചു. വലം കൈ നീട്ടി. ലക്ഷ്മിയുടെ കഴുത്തിൽ നിന്നും നിങ്ങൾ പൊട്ടിച്ചെടുത്ത സാധനം അതെനിക്ക് വേണം. വാശിയോടെ നിൽക്കുന്ന മകനെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി ഇന്ദുജ. ഞാൻ തരില്ല അഫി. അവളെ വീണ്ടും ഈ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പറ്റില്ല. ഉറച്ച സ്വരം. അഫി ഉച്ചത്തിൽ അട്ടഹസിച്ചു. ഒപ്പം നിധിയുടെ കരച്ചിലും ഉയർന്നു. കഴുത്തിൽ അവൻ കുത്തിപ്പിടിച്ചതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ആൻറ്റി കൊടുത്തേക്ക്. ഒരിറ്റു ശ്വാസത്തിനായുള്ള നിധിയുടെ വെപ്രാളം കണ്ടതും ഇന്ദുജ റൂമിലേക്ക് ഓടി. തിരികെ ആ മാലയുമായി വന്നു. ദാ എൻ്റെ കുഞ്ഞിനെ വിട്. അവനത് വാങ്ങി. കൈ അയഞ്ഞതും നിധി നിലത്തേക്ക് വീണുപോയി. താലിയോട് കൂടിയ മാല ഉയർത്തിപ്പിടിച്ച് ഇന്ദുജയെ നോക്കി അവൻ ക്രൂരമായി ചിരിച്ചു. ഇത് അവളുടെ സമ്മതം പോലും ഇല്ലാതെയാ ആ കഴുത്തിൽ കെട്ടിയത്. പഴയ അഫിക്ക് ഒരു നിമിഷം മതി ഒരു പെണ്ണിനെ. പക്ഷേ എൻ്റെ സീത. അവൻ ഒരുതരം ലഹരിയോടെ മാല നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. മേലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി. നിമിഷ നേരം കൊണ്ട് ഡ്രസ്സ് മാറി വരുന്നവനെ കണ്ടതും ആദിക്കും വർമ്മയ്ക്കും ആശ്വാസമായി. ഞാൻ പോവുക എൻ്റെ സീതയെ കൂട്ടാൻ. കല്യാണം കഴിഞ്ഞ ഒരുത്തി. ആ ഉരുമ്പെട്ടവളെ നിനക്ക് കിട്ടിയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ടും അഫിയുടെ കൈ ഇന്ദുജയുടെ കഴുത്തിൽ വേദനിപ്പിക്കാതെ അമർന്നത് പെട്ടെന്നായിരുന്നു. കൊല്ലാനും മടിക്കില്ല ഞാൻ. അഫി വേണ്ടടാ, നീ പോകാൻ നോക്ക്. കരഞ്ഞുകൊണ്ടാ അതിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വീട്ടിലെത്തിയോ ആവോ ആദി പറഞ്ഞു. മിണ്ടി പോകരുത് നീ. കാശിന് വേണ്ടി അവൾ കൈ നീട്ടിയപ്പോ ഈ സങ്കടം ഇല്ലായിരുന്നു അല്ലേ? ആദി പിന്നെ ഒന്നും പറഞ്ഞില്ല. അഫി കഴുത്തിലെ പിടി വിട്ടു. ഇന്ദുജയെ പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. അവൾ അഴിഞ്ഞാട്ടക്കാരി, ഉരുമ്പെട്ടവൾ. അപ്പോൾ ഈ മകനെ മമ്മ എന്ത് വിളിക്കും? ഐ ആം നോട്ട് എ വെർജിൻ. 17 വയസ്സ്. ഒറ്റപ്പെടലിൽ ഡാഡിക്കൊപ്പം പോകാൻ വാശി പിടിച്ചപ്പോൾ കൈ നിറയെ കാശി തിരികെ തന്നു. നിങ്ങളല്ലേ എല്ലാറ്റിനും ഉത്തരവാദി. അവസാനം അവൾക്കായി സ്വയം മാറാൻ തീരുമാനിച്ചപ്പോൾ എന്നെ വീണ്ടും ആ കുഴിയിലേക്ക് ചവിട്ടി താത്തുവാ എൻ്റെ മമ്മ. അഫി ഇന്ദുജയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. വർമ്മ പകച്ചു നിന്ന് പോയി. സീതാലക്ഷ്മി വരുവോ എന്നെനിക്കറിയില്ല. വന്നില്ലേൽ ഞാൻ ജീവനോടെ വരില്ല. അഫി പോയതും വർമ്മയുടെ ചിരി ഉയർന്നു. ഇന്ദുജയ്ക്ക് ഒരു മാറ്റവും. ഇപ്പോഴും അഹങ്കാരം തന്നെ. ഡിവോഴ്സ് പേപ്പർ എൻ്റെ കയ്യില. വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി. മോൻ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? പല്ല് തേച്ച് വരാന്തയിലെ കസേരയിലിരിക്കുന്ന അഫിക്ക് നേരെ ഒരു ഗ്ലാസ് കാപ്പി നീട്ടിക്കൊണ്ടാണ് അച്ഛമ്മയുടെ ചോദ്യം. അവൻ പുഞ്ചിരിച്ചു. നിലത്ത് കിടന്നതുകൊണ്ടാ. ഞാൻ പറഞ്ഞതല്ലേ ഹാളിൽ കിടക്കാതെ റൂമിൽ കയറി കിടക്കാൻ. എൻ്റെ അച്ഛമ്മേ, ലച്ചുമ്മ എഴുന്നേൽക്കുവാണേൽ കാണാമല്ലോ എന്ന് കരുതി ഹാളിൽ കിടന്നതാ. പക്ഷേ എൻ്റെ സീതപ്പെണ്ണ് ഇതേവരെ ഉണർന്നില്ല. എൻ്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്താ മോനെ പ്രശ്നം? ഞാൻ നാട്ടിലില്ലായിരുന്നു അച്ഛമ്മേ. മമ്മയുമായി എന്തോ ചെറിയൊരു കശപിശ. അത് കാര്യമാക്കണ്ട. ഗ്ലാസ് ദേവകിയമ്മയുടെ കയ്യിൽ കൊടുത്തതും അവർ അടുക്കളയിലേക്ക് നടന്നു. അഫി ലക്ഷ്മിയുടെ റൂമിന് മുന്നിൽ നിന്നു. വാതിലിൽ തട്ടി. ദേ വരുവ അച്ഛമ്മേ. ഓടാമ്പൽ മാറ്റി ഇരുപാളി വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ട് ലക്ഷ്മി കണ്ണുമിഴിച്ചു. അഫി ചെറു ചിരിയോടെ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് അതിൽ ചാരി നിന്നു. എന്താടി? ആ അഫി. ഞെട്ടൽ വിട്ടുമാറിയതും ഉറക്കെ വിളിച്ചു. അവൻ അവളുടെ തോളിൽ കൈവച്ചു. എങ്ങനെ തോന്നി ഈ രാവണനെ വിട്ടുപോരാൻ? ഞാൻ വരുന്നതുവരെ നിൽക്കാൻ എന്തേ തോന്നാത്തെ? ലക്ഷ്മി തല താഴ്ത്തി. നിന്നോട് പറയാതെ പോയതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്തെ? അഫി ഷർട്ടിൻ്റെ ബട്ടണുകൾ അകത്തി മാറ്റി. ലക്ഷ്മി പിന്നിലേക്ക് നീങ്ങി അടഞ്ഞു കിടക്കുന്ന ജനലിലേക്ക് ചേർന്ന് നിന്നു. സീത അവൻ്റെ നെഞ്ചിലേക്ക് കണ്ണുകൾ പതിച്ചതും അവളുടെ ശരീരത്തിലെ രോമക്കൊടികൾ ഉയർന്നു പൊങ്ങി. താടിയിൽ പിടിച്ചു ഉയർത്തി. അഫി അവളുടെ കവിളിലെ പാടിൽ പതിയെ തൊട്ടു. എൻ്റെ സീതാദേവിയെ എല്ലാവരും കൂടി ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? സോറി. നാവിനാൽ ആ വിരൽപ്പാടിൽ തഴുകിയതും
ലക്ഷ്മി അവൻ്റെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് ചുറ്റി അമർത്തി പിടിച്ചു. വിറയലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അഫി കണ്ണ് ചിമ്മി അടച്ചു. മജന്ത കളർ ബ്ലൗസാണ്. ശ്വാസം ആഞ്ഞു വലിക്കുന്നുണ്ടവൾ. അഫിയുടെ കൈവിരൽ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ചലിച്ചു. അവൾ കിതയ്ക്കുന്നുണ്ട്. അഫി അകന്നു മാറിയതുപോലും ലക്ഷ്മി അറിഞ്ഞില്ല. അവൻ നൽകിയ മായിക ലോകത്തു നിന്നും നിമിഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ അഫി ബെഡിൽ ചരിഞ്ഞു കിടന്ന് അവളെ മാത്രം നോക്കുന്നു. അവൻ്റെ നോട്ടത്തിൽ നാണത്തോടെ മുഖം താഴ്ത്തി സാരി എടുത്ത് ഷോൾഡറിലേക്കിട്ടു. സീത കൊഞ്ചലോടെ വിളിച്ചു. ചുണ്ടു കൂർപ്പിച്ചു. ലക്ഷ്മി അവൻ അടുത്തിരുന്നു. അഫി വീടെങ്ങനെ കണ്ടെത്തി? അച്ചമ്മയുണ്ട്, എന്താ പറയുക? അവൾ പരവേശത്തോടെ ഇരുന്നു. അഫി കമിഴ്ന്നു കിടക്കുവാണ്. അവൻ്റെ പിൻഭാഗത്ത് മൊത്തം ചുവന്ന ചെറിയ പാടുകൾ. ഇതെന്താ അഫി? അതിലൂടെ വിരൽ ചലിച്ചു. ഇവിടെ നല്ല കൊതുവാടി. ഞാൻ ഇന്നലെ 1 മണിയായപ്പോൾ എത്തി. അച്ചമ്മയാ വാതിൽ തുറന്നു തന്നത്. എല്ലാം പറഞ്ഞു. അയ്യോ, എന്തേ വേണ്ടേ? ലക്ഷ്മി മൂളി. ഉറക്കം വരുവാ സീത. കുറുകലോടെ അവളെ പിടിച്ച് അടുത്ത് കിടത്തി കെട്ടിപ്പിടിച്ചു. വയറ്റിലെ സാരിയെ വകഞ്ഞു മാറ്റി കൈ സഞ്ചരിക്കുന്നു. ലക്ഷ്മി കണ്ണുകൾ അടച്ച് ചിരിച്ചു. തല താഴ്ത്തി അഫിയെ നോക്കുമ്പോൾ അവൻ ഉറങ്ങിയിരുന്നു. ദൈവമേ, വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. ഇത്രമാത്രം എന്നെ ഈ രാവണൻ സ്നേഹിച്ചിരുന്നോ? ലക്ഷ്മി എഴുന്നേറ്റ് സാരി നേരെ ഇടുന്നതിന് മുന്നേ നഗ്നമായ അണിവയറ്റിൽ കൈവച്ചു. അടുക്കള പടിയിൽ ചാരി തല താഴ്ത്തി നിൽക്കുന്നവളെ അച്ചമ്മ സൂക്ഷിച്ചു നോക്കി. പെണ്ണ് ചുവന്ന് തൊട്ടാൽ പൊട്ടും എന്ന പരുവത്തിന് നിൽക്കുവാണ്. ആ വൃദ്ധ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചു. അത് ഭർത്താവാണ് അല്ലേ ലച്ചുമ? അച്ചമ്മ, ഞാൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. മോൻ എല്ലാം പറഞ്ഞു. എൻ്റെ ലച്ചുമയെ ചെക്കന് വലിയ ഇഷ്ടാ. ഇന്നലെ മോളുടെ വാതിലിന് പുറത്ത് ഉറങ്ങാതെ ഉണ്ടായിരുന്നു. ഞാനേ ഒളിഞ്ഞു നോക്കി. എൻ്റെ പൊന്നുമോള് ഭാഗ്യം ചെയ്തവളാ. ഒരുപാട് കരഞ്ഞതിന് ദൈവം തന്നതാ ആ മോനെ. അച്ചമ്മ അവളുടെ കവിളിൽ തട്ടി. സീത, അഫി ഉറക്കെ വിളിച്ചു. ചെല്ല്. നാണം വന്ന മുഖം മറയ്ക്കാൻ കഴിയാതെ ലക്ഷ്മി പുഞ്ചിരിച്ചു. കള്ളി. അടുത്ത വിളി വരും മുന്നേ അവൾ ധൃതിയിൽ നടന്നു.